ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തല കറങ്ങി വീഴുക എന്നുള്ളത്. ചിലപ്പോൾ സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും, വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരായിരിക്കും. പക്ഷേ അവർ ചിലപ്പോൾ സ്കൂളിൽ അസംബ്ലിയിൽ നിൽക്കുമ്പോഴോ അതുപോലെ സ്പോർട്സിൽ കുറച്ച് ഓടിയിട്ട് വരുമ്പോഴോ ഒക്കെ പെട്ടെന്ന് അവർ തല ചുറ്റി വീഴുന്നു. കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് കണ്ണിനകത്ത് ഇരുട്ട് കയറി വരുന്നത് പോലെ വന്നു, ഞാൻ താഴെ വീണു, എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല എന്ന്. കുഞ്ഞുങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് നമ്മൾ ഒരു പരിധിവരെ കാരണക്കാരാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് മതിയായ പോഷകാഹാരങ്ങൾ കിട്ടാത്തതും അതുപോലെ തന്നെ കുട്ടികൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ദിവസവും ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് അവരെ നിർബന്ധിക്കുക. പേരൻസ് അതിന് മുൻകൈ എടുത്ത് വെള്ളം കുടിപ്പിക്കാൻ തന്നെ ശ്രമിക്കുക. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ വെള്ളം കൃത്യമായിട്ട് കുടിക്കണമെന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എത്രയോ കുട്ടികളാണ് ഇങ്ങനെ വന്നിട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും എൻ്റെ കുഞ്ഞ് മറിഞ്ഞ് വീണതെന്ന് ഓർത്ത് നടക്കുന്നവരുണ്ട്. അതുപോലെ ബ്രെയിൻ എന്തെങ്കിലും കുഴപ്പം വന്നുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ തലകറങ്ങി വീണത്, കുഞ്ഞിന് ബോധക്കേട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ടാവുമായിരിക്കും. എന്നാലും കൂടുതൽ പേർക്കും ഈ ഡീഹൈഡ്രേഷൻ മൂലമാണ് ഇങ്ങനെ അവർ തലകറങ്ങി വീഴുന്നത്. ഒന്നുകിൽ അവർക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴായിരിക്കും, എക്സാമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ വീഴുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബ്ലഡ് കാണുമ്പോൾ അങ്ങനെ വീഴും. അതൊക്കെ നമ്മൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കാമെങ്കിൽ ഈ പ്രോബ്ലംസൊക്കെ അവർക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും, നമ്പറും കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ജയന്തി പ്രകാശ്. ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.